ഹലോ മക്കളെ, എല്ലാവർക്കും എക്സാം വിന്നർ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ജോബിൻ. ഇപ്പോൾ 8ാം ക്ലാസ്സിലെ മക്കളെ, നമ്മൾ 8ാം ക്ലാസ്സിൽ മലയാളം സെക്കൻഡിൽ പഠിക്കാനുള്ള ഒരു ഭാഗമാണ് പഠനം സഫലം. നമുക്ക് പ്രത്യേക ഒരു ചാപ്റ്റർ ആയിട്ടല്ല, മറിച്ച് നമുക്ക് ചാപ്റ്റർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് പഠനം സഫലം. ഇതൊരു അനുഭവക്കുറിപ്പാണ് അല്ലേ. ഡോക്ടർ PK വാര്യർ തൻ്റെ അനുഭവത്തിലൂടെ പറയുന്ന ഒരു കാര്യമാണ് ഇത്. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവത്തിൻ്റെ വലിയ നേർസാക്ഷ്യം ഇതിലൂടെ അദ്ദേഹം നമുക്ക് മുന്നിൽ തരുന്നു. ഒരാൾ വൈദ്യനായി മാറുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കാഴ്ചവെച്ച വൈദ്യ ജീവിതത്തിൻ്റെ വിദഗ്ധമായ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് ഇത് കൃത്യമായിട്ട് പഠനം സഫലമെന്ന ഡോക്ടർ PK വാര്യരുടെ ഈ ഭാഗത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നു. മക്കൾ, എന്തിനാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്നത്, എന്തിനാണ് നമ്മൾ ഈ ഭാഗം വായിക്കുന്നത്? ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെ വിദ്യാഭ്യാസം എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം പുസ്തകം വായിച്ചു മാത്രം നേടുന്ന അറിവല്ല, മറിച്ച് അതൊരു തപസ്യാണ്. അതൊരു തപസ് പോലെ ചെയ്തെടുക്കേണ്ട കാര്യമാണ് അല്ലേ. പുസ്തകം വായിച്ച് അത് മനഃപ്പാഠം പഠിച്ചുകൊണ്ട് ഈ എക്സാമിന് 100-ൽ 100 50-ൽ 50 വാങ്ങുന്ന വിദ്യാർത്ഥി യഥാർത്ഥ വിദ്യാർത്ഥിയല്ല, മറിച്ച് അറിവിലൂടെയല്ല, തിരിച്ചറിവിലൂടെ പഠിക്കണം, അനുഭവത്തിലൂടെ പഠിക്കണം എന്ന വലിയ പാഠം നമ്മോട് പഠിപ്പിക്കുന്ന മനോഹരമായ ചെറിയൊരു ഭാഗമാണ് ഡോക്ടർ PK വാര്യർ എഴുതിയ പഠനം സഫലം. പഠനം എന്ന് പറഞ്ഞാൽ അറിവ് നമ്മൾ പഠിക്കുക, സഫലം പൂർത്തിയാവുക. ഒരു പഠനം പൂർത്തിയാകുന്നത് എപ്പോഴാണ്? അത് പഠിച്ചു തീരുമ്പോഴല്ല, അത് പഠിച്ചു തുടങ്ങുമ്പോഴാണ്. പഠിച്ചു തീരുന്നിടത്ത് വീണ്ടും പഠിച്ചു തുടങ്ങുമ്പോഴാണ് പഠനം സഫലമാകുന്നത്. അതിനെന്തു വേണം? കൃത്യമായ ഡിസിപ്ലിൻ വേണം. അച്ചടക്കത്തോടു കൂടി പഠിച്ച് ഒരുപാട് വർഷങ്ങൾ എടുത്തിരുന്നു പഠിച്ചറിവ് നേടി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അല്ലാതെ ഇൻസ്റ്റൻ്റായി പെട്ടെന്ന് മനഃപ്പാഠം പഠിച്ചു വാങ്ങുന്ന മാർക്കിനല്ല, ഒരുപാട് കാലം ദീർഘമായി പരിശ്രമിച്ചിട്ടാണ് നമ്മൾ അറിവ് സമ്പാദിക്കേണ്ടതെന്നാണ് ഈ പാഠം പറയുന്നത്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പോയാലോ? ഓക്കെ, സെറ്റായിട്ട് പഠിക്കാട്ടോ. ഏട്ടിൽ 10 കാട്ടിൽ 10 നാട്ടിൽ 10 എന്നാണ് വൈദ്യനാകാനുള്ള തയ്യാറെടുപ്പിനെ പറ്റിയുള്ള പ്രമാണം. ഇപ്പം ഇദ്ദേഹം ഒരു വൈദ്യനാണ്. ഡോക്ടർ PK വാര്യർ എന്ന് പറഞ്ഞ വൈദ്യനാണ് അല്ലേ, ആയുർവേദ ഡോക്ടറാണ്. ഇപ്പോൾ ഒരു വൈദ്യനാകാനുള്ള പ്രമാണം അല്ലെങ്കിൽ ഒരു വൈദ്യനാകേണ്ടതിൻ്റെ ശാസ്ത്രം ചൊല്ലി എന്ന് പറയുന്നത് ഏട്ടിൽ 10 കാട്ടിൽ 10 നാട്ടിൽ 10 ഇങ്ങനെയാണ് ഒരാൾ വൈദ്യനായി തീരുന്നത് എന്നാണ് പറയുന്നത്. ഏട്ടിൽ 10 എന്നത് ശാസ്ത്ര പഠനത്തിൻ്റെ കാലമാണ് അല്ലേ. ഏട്ടിൽ 10 എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പഠനം. ഒരു ഗുരുവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് വർഷങ്ങളായി പഠിച്ചെടുക്കുകയാണ് ഏട്ടിൽ 10 എന്ന് പറഞ്ഞാൽ. പുസ്തകങ്ങൾ വായിച്ചുള്ള അറിവ്, നാനാവിധത്തിലുള്ള ഒരുപാട് പുസ്തകങ്ങൾ അലഞ്ഞുകൊണ്ട് റെഫർ ചെയ്തുകൊണ്ട് പഠിച്ചുകൊണ്ട് അറിവ് നേടുക എന്നതാണ് ഏട്ടിൽ 10 എന്ന് പറഞ്ഞാൽ. അതും വിദ്യാഭ്യാസം അങ്ങനെ തന്നെയല്ല മക്കളെ. നമ്മൾ ആദ്യം തന്നെ സാറിനോട് സംശയം ചോദിച്ചിട്ടാണ് തുടങ്ങുക, അല്ല, അത് വായിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന സംശയങ്ങളാണ് ചോദിക്കുക. ഇപ്പോൾ ഏട്ടിൽ 10 എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടുള്ള അറിവിനെയാണ് ഏട്ടിൽ 10 എന്ന് പറയുന്നത്. ഏട്ടിൽ 10 എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടുള്ള അറിവ്. പിന്നെയോ ശാസ്ത്രഗ്രന്ഥങ്ങൾ 10 വർഷം നന്നായി പഠിക്കണം. അത് ഏട്ടിൽ 10 കാട്ടിൽ 10 നാട്ടിൽ 10 എന്ന് പറഞ്ഞാൽ 10 10 10 30 വർഷം വേണ്ടി വരും നല്ല വൈദ്യനാകാൻ എന്നാണ് പറയുന്നത്. ജീവിതത്തിൻ്റെ പകുതി കാലം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല മക്കൾ. നല്ല വൈദ്യനാകണമെന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാകണം, നല്ല പരിശ്രമം ഉണ്ടാകണം. അപ്പോൾ 10 കൊല്ലം പുസ്തകങ്ങൾ നന്നായി വായിക്കണം എന്നാണ് പറയുന്നത് ശാസ്ത്രീയമായി. ഇപ്പോൾ 5 വർഷം ഇരുന്ന ഒരു ഡോക്ടർ ആവില്ല. MBBS 5 വർഷം, MD 2 വർഷം, 7 വർഷം കൊണ്ട് ഒരു ഡോക്ടറായി ഇറങ്ങാം. പക്ഷെ അതിനപ്പുറത്തേക്ക് പരിശ്രമിച്ചുകൊണ്ട് പരിശീലിച്ചുകൊണ്ട് പ്രാക്ടീസിലൂടെ നേടിയെടുക്കേണ്ട വലിയൊരു ഔഷധമാണ് വിദ്യാഭ്യാസം എന്നാണ് ഇവിടെ പറയുന്നത്. 10 വർഷം നന്നായി പഠിക്കണം. ശാസ്ത്ര ഗ്രന്ഥങ്ങൾ, മെഡിക്കൽ തിയറീസ്, മെഡിക്കൽ ഇക്വേഷൻസ്, മെഡിക്കൽ ബുക്സ് നന്നായി പഠിക്കണം 10 വർഷം. പിന്നെ കാട്ടിൽ 10 എന്ന് പറയും. കാട്ടിൽ 10 എന്ന് പറഞ്ഞാൽ മരുന്നുകളും അവയുടെ ഗുണദോഷങ്ങളും പഠിക്കാനാണ് അടുത്ത 10 വർഷം വിനിയോഗിക്കേണ്ടത്. അപ്പം മരുന്നുകളെക്കുറിച്ച് പഠിക്കാൻ, അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പഠിക്കാനാണ് അടുത്ത 10 വർഷം ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. ഓരോ മരുന്നിൻ്റെയും സ്വഭാവവും മറ്റുള്ളവയോട് ചേരുമ്പോൾ വരുന്ന പരിണാമം, മാറ്റവും ഒക്കെ പഠിക്കാൻ 10 വർഷം വേണം അല്ലേ. ഓരോന്നിനും 10 വർഷം ആവശ്യമാണ് അല്ലേ. ഒരു ശാസ്ത്രഗ്രന്ഥം പഠിക്കാൻ 10 വർഷം ആവശ്യമാണ്. അതേപോലെ തന്നെ മരുന്നിനെ കുറിച്ച് പഠിക്കാൻ കാട്ടിൽ 10, കാട്ടിൽ പോയി മരുന്നുകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുക, ആ മരുന്നുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്, ആ മരുന്നിൻ്റെ ആവശ്യം എന്തിലേക്കാണെന്ന് തിരിച്ചറിയുക. അതാണ് എന്തു പറയുക, കാട്ടിൽ 10 എന്ന് പറയുന്നത്. പിന്നെയോ അവയുടെ ഗുണദോഷങ്ങൾ, അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത്, ഏത് രോഗത്തിനാണെന്ന് പഠിക്കുക, അതിന് ദോഷം എന്താണെന്ന് പഠിക്കുക, സൈഡ് എഫക്റ്റ് പഠിക്കുക. അതാണ് കാട്ടിൽ 10 എന്ന് പറഞ്ഞാൽ 10 വർഷം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞുള്ള 10 വർഷം നാട്ടിൽ രോഗികളെ ചികിത്സിക്കണം അല്ലേ. അത് കഴിഞ്ഞാൽ പിന്നെ
നാട്ടിൽ രോഗികളെ ചികിത്സിക്കാനാണ്. നാട്ടിൽ രോഗികളെ ചികിത്സിക്കാൻ പിന്നെ നമ്മൾ 10 വർഷം ഉപയോഗിക്കണം എന്നാ പറയുന്നത്. 10 വർഷം 8-10 പുസ്തകങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങൾ വായിക്കുക. കാട്ടിൽ 10 എന്ന് പറഞ്ഞാൽ കാട്ടിൽ പോയി നമ്മുടെ ഇലകൾ പഠിക്കുക, നമ്മുടെ മരുന്നുകളെ കുറിച്ച് പഠിക്കുക. അതാണ് കാട്ടിൽ 10 എന്ന് പറയുന്നത്. പിന്നെ നാട്ടിൽ 10 എന്ന് പറഞ്ഞാൽ നാട്ടിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ രോഗങ്ങളെ ചികിത്സിക്കാനുള്ള കഴിവ് നേടുക, രോഗികളെ ചികിത്സിച്ച് പഠിച്ച വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുക. ഇത്തരത്തിൽ 30 വർഷം എടുത്താണ് 10 വർഷം എടുത്താണ് നമ്മൾ നല്ലൊരു വൈദ്യനായി തീരുക എന്നാണ് നമ്മൾ ഡോക്ടർ PK പറയുന്നത്. വൈദ്യൻ മാത്രമല്ല, ഒരു അധ്യാപകനാകാൻ, ഒരു വക്കീലാകാൻ, ഒരു പോലീസാകാൻ, മിലിറ്ററിക്കാരനാകാൻ, എന്ത് ജോലിക്കും ഒരുപാട് വർഷമെടുത്ത് അതിൽ നല്ല അറിവ് നേടിയിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്ന വലിയ കാര്യം ഈ പാഠഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് മക്കളെ. മുതിർന്ന ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം ഇത്, അല്ലേ? മുതിർന്ന ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും നടക്കേണ്ടത്. നമ്മുടെ പാരമ്പര്യത്തിൽ വളരെ പ്രധാനമായി പറയുന്ന ഒന്നാണ് വൃദ്ധസേവ, അല്ലേ? വൃദ്ധസേവ. വയസ്സായ ആൾക്കാരെ സ്നേഹിക്കേണ്ടതും സഹായിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതാണ് വൃദ്ധസേവ എന്ന് പറയുന്നത്. ഈ പാരമ്പര്യത്തിലായാലും വൈദ്യത്തിലായാലും ഈ വൃദ്ധരെ, വയസ്സായവരെ സഹായിക്കേണ്ടതും സ്നേഹിക്കേണ്ടതും സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതും ഇവിടെ പറയുന്നുണ്ട്. മുതിർന്ന ഒരു വൈദ്യൻ്റെ മേൽനോട്ടത്തിലായിരിക്കണം ഈ ഒരു അനുഭവമൊക്കെ നേടേണ്ടത്. ഇത് നമ്മുടെ പാരമ്പര്യത്തിൽ വളരെ പ്രധാനമായി പറയുന്ന ഒന്നാണ് വൃദ്ധസേവ. ഇന്നത്തെ കുട്ടികൾ ഇത് കേട്ടാൽ ചിരിക്കുമല്ലേ? ഇന്ന് കുട്ടികൾക്ക് നമ്മുടെ വയസ്സായ ആൾക്കാരെ സഹായിക്കാനോ സംരക്ഷിക്കാനോ സമയമില്ല. ഇന്നലെ പബ്ജിയിലാണ്, മൊബൈൽ ഫോണിൽ അഡിക്റ്റഡാണ്, ഫ്രീ ഫയറല്ല. ചുറ്റുമുള്ള ആൾക്കാരെ പോലും നോക്കാൻ നമുക്ക് സമയമില്ല. ബസ്സിൽ കയറിയാൽ അപ്പോൾ ചെവിക്ക് മറ്റോ കുന്ത്രാണത്തിൽ കുത്തി കയറ്റും ഇയർഫോൺ, അല്ലേ? എയർപോഡ്, എന്നിട്ട് പാട്ട് ഇങ്ങനെ കേൾക്കും. ഈ പാട്ട് കേട്ടല്ല കടലമ്മ കറഞ്ഞല്ല കറ്റത്ത്, കണ്ണീരെല്ലാം അവളല്ല കട്ടത്ത്, കരയല്ല കടലല്ല കണ്ടത്, കടലിൻ്റെ മക്കള കടലിൻ്റെ, ഇത്തരത്തിൽ പാട്ടൊക്കെ കേട്ട് നമ്മുടെ ചുറ്റുപാടൊന്നും നോക്കാതെ കടന്നു പോകും. അപ്പം വൃദ്ധസേവ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നാണ് വൈദ്യൻ പറയുന്നത്. പ്രധാനമായി പറയുന്ന ഒന്നാണ് വൃദ്ധസേവ. ഇന്നത്തെ കുട്ടികൾ ഇത് കേട്ടാൽ ചിരിക്കും. എന്നാൽ വൈദ്യന് മാത്രമല്ല, ഏത് പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവരും വിജയിക്കണമെങ്കിൽ വൃദ്ധസേവ കൂടാതെ കഴിയില്ല, അല്ലേ? വാർദ്ധക്യമുള്ളവരെ, വയസ്സായ ആൾക്കാരെ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇത് വൈദ്യനായാലും ചെറിയ കുട്ടികളായാലും വൃദ്ധരെ, വയസ്സായവരെ സ്നേഹിക്കേണ്ടതും സഹായിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഇവിടെ പറയുന്നത്. വാർദ്ധക്യത്തെ അളക്കുന്നത് പ്രായം കൊണ്ടല്ല വാർദ്ധക്യത്തെ അളക്കുക, വയസ്സ് കൊണ്ടല്ല വാർദ്ധക്യത്തെ അളക്കുന്നത്, മറിച്ചോ ജ്ഞാനം കൊണ്ടാണ്, അറിവ് കൊണ്ടാണ് വയസ്സിനെ, വാർദ്ധക്യത്തെ അളക്കുന്നതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. കവിത രചിക്കാൻ മുതിർന്ന കവികളുടെ നിർദ്ദേശം നല്ലതാണ്. ഒരു നടൻ വളരുന്നത് ആശാൻ്റെ കൂടെ നടന്ന് അദ്ദേഹം ചെയ്യുന്നത് കണ്ടിട്ടാണ്. കളരിയിൽ ചൊല്ലിയാടിയത് കൊണ്ട് മാത്രം രംഗത്ത് ശോഭിക്കാനാവില്ല. വക്കീലാകാൻ മുതിർന്നൊരു വക്കീലിൻ്റെ കീഴിൽ പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനെ മുതിർന്നവരുടെ കീഴിൽ രോഗികളെ ചികിത്സിക്കുന്നത് കണ്ടും ഗുരുനാഥൻ്റെ നിർദ്ദേശം അനുസരിച്ചും സ്വയം ചികിത്സിച്ചും 10 കൊല്ലം കഴിയണം, അല്ലേ? വൃദ്ധസേവ എന്ന് പറഞ്ഞാൽ വയസ്സായ ആൾക്കാരെ സംരക്ഷിക്കുക മാത്രമല്ല, മറിച്ച് വയസ്സായ ആൾക്കാരുടെ അറിവിലൂടെ നമുക്ക് വളരാൻ പറ്റുമെന്ന വലിയ തിരിച്ചറിവ് ഇദ്ദേഹം പറയുന്നുണ്ട്. കാരണം എന്താ? ഉദാഹരണം പറയുന്നുണ്ട്. വാർദ്ധക്യത്തെ അളക്കുന്ന പ്രായം കൊണ്ടല്ല, അറിവ് കൊണ്ടാണ്. വയസ്സായ ആൾക്കാർക്ക് അറിവ് ഉണ്ടാവും എന്നാ പറയുന്നത്, അനുഭവജ്ഞാനം ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? മുതലെടുക്കണം. നമുക്ക് വളരാൻ നമ്മുടെ വയസ്സായ ആൾക്കാരുടെ ജ്ഞാനം, അറിവ് നമ്മൾ നേടിയെടുക്കണമെന്ന് പറയുന്നു. ഉദാഹരണം, നല്ലൊരു കവിത രചിക്കാൻ, നിങ്ങൾക്ക് നല്ലൊരു കവിയാകാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ നല്ല കവിയുടെ ഒരു കൂടെ നടക്കണം. അദ്ദേഹത്തിലൂടെ ആ കവിത നല്ല കഴിവ് നേടണം. നല്ല നടനാകണമെങ്കിൽ വെറുതെ പുസ്തകം വായിച്ചു അഭിനയിക്കാൻ പോയാൽ നമ്മൾ നടനാകില്ല. മറിച്ച് എന്താണ്? അനുഭവജ്ഞാനമുള്ള, വാർദ്ധക്യമുള്ള വയസ്സായ നടന്മാരെ കണ്ടും നിരീക്ഷിച്ചും നമ്മൾ അവരുടെ കീഴിൽ അനുഭവപ്പെട്ടും അടിയറവ് വെച്ചും നമ്മൾ നല്ല നടന്മാരായി തീരണം, അല്ലേ? മോഹൻലാൽ അഭിനയിക്കാൻ പോവുകയാണെന്ന് വിചാരിക്കുക. ദൃശ്യം 3 മോഹൻലാൽ അഭിനയിക്കാൻ പോയി. അദ്ദേഹം പുസ്തകം വായിച്ചിട്ടാണ് അഭിനയിക്കുന്നത്. നടക്കോ? ഇന്നത്തെ സീന് കരഞ്ഞുകൊണ്ട് അഭിനയിക്കുക. ഇങ്ങനെയാണ് കരയേണ്ടത്. അതേ കണ്ണിന്ന് വെള്ളം വരണം, ചുണ്ടിങ്ങനെ അനക്കണം, മുഖത്ത് ഭാവങ്ങൾ വരണം, അങ്ങനെ കരയാം. അദ്ദേഹം പുസ്തകം വായിച്ചിട്ടാണ് അഭിനയിക്കാൻ പോവുക. അവിടെ പോയിട്ട് പുസ്തകം വായിച്ചവർ അഭിനയിക്കാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അത് അനുഭവത്തിലൂടെ നേടിയെടുക്കുന്ന അദ്ദേഹത്തിൻ്റെ വർഷങ്ങളായിട്ടുള്ള അനുഭവം. പിന്നെ അഭിനയം പഠിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുസ്തകം വായിച്ച് കടന്നു പോകാൻ പറ്റില്ല. അതേപോലെ കളരി, അല്ലേ? കളരി പഠിക്കണമെങ്കിൽ നമുക്ക് പുസ്തകം വായിച്ചു, കാലിടത്തോട്ട് നീങ്ങി വലത്തോട്ട് നീങ്ങി നെറ്റി അമർന്ന് ചുറ്റി തുള്ളുക, ഇതാണോ കളരി പഠിക്കുക? അല്ല, ഇത് അഭ്യസിക്കണം. ഗുരുവിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് വർഷങ്ങളായി അറിവ് പരിശീലിച്ചെടുക്കണം.
പഠിക്കണം. ഇത്തരത്തിൽ അറിവ് എന്ന് പറയുന്നത് വർഷങ്ങളായി നമ്മൾ നേടിയെടുക്കേണ്ട ഒന്നാണ്. അതേപോലെ നല്ലൊരു വൈദ്യനാകണമെങ്കിൽ നല്ലൊരു വൈദ്യൻ്റെ കീഴിൽ ഇരുന്നു കൊണ്ട് വേണം നമ്മൾ അറിവ് നേടിയെടുക്കാൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ മുതിർന്നവരുടെ കീഴിൽ രോഗികളെ ചികിത്സിക്കുന്നത് കണ്ടും ഗുരുനാഥൻ്റെ നിർദ്ദേശം അനുസരിച്ച് സ്വയം ചികിത്സിച്ചും 10 കൊല്ലം കഴിയണം. അപ്പോൾ 10 കൊല്ലം ഗുരുനാഥൻ്റെ കീഴിൽ അഭ്യസിച്ചാൽ മാത്രമേ ഒരു നല്ല വൈദ്യനാകാൻ പറ്റൂ എന്നാണ് PK വാര്യർ നമ്മോട് പറയുന്നത്. അപ്പോഴും ഇത് പ്രായോഗിക പരിശീലനമേ ആയിട്ടുള്ളൂ. അപ്പോഴും ഇതൊരു പ്രായോഗിക പരിശീലനം മാത്രമേ ഉള്ളൂ. ഇത് അടിസ്ഥാനപരമായ പരിശീലനം മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. 10 വർഷം ചികിത്സിച്ച് പരിചയം നേടുമ്പോഴേക്ക് പഠനം തുടങ്ങിയിട്ട് 30 വർഷമാകും അല്ലേ? 10 വർഷം ചികിത്സിച്ച് പരിചയം നേടുമ്പോഴേക്കും പഠനം തുടങ്ങിയിട്ട് 30 വർഷമാകും എന്നാണ് പറയുന്നത്. 30 വർഷം എത്തും ഇത്രയും പഠിച്ച് തീരുമ്പോഴേക്കും. ഇങ്ങനെ 30 വർഷം പഠനവും പ്രായോഗിക പ്രവർത്തനങ്ങളും ചെയ്യുമ്പോഴാണ് ഒരാൾ നല്ല വൈദ്യനായി മാറുന്നത്. അങ്ങനെ 30 വർഷം എടുത്തുകൊണ്ട് പഠിച്ചും പഠിപ്പിച്ചും രോഗികളെ ചികിത്സിച്ചും തന്നെ ഗുരുനാഥന്മാരെ ബഹുമാനിച്ചും തന്നെ അനുഭവത്തിലൂടെ അറിവ് നേടുമ്പോഴാണ് ഒരു വ്യക്തി നല്ല വൈദ്യനായി തീരുന്നതെന്ന് പറയുകയാണ് ഡോക്ടർ PK വാര്യർ സ്മൃതി പർവം എന്ന ലേഖനത്തിലൂടെ അറിവിലൂടെ നമ്മോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൽ നമ്മൾ അറിയേണ്ട വസ്തുത എന്ന് പറയുന്നത് അറിവ് എന്ന് പറയുന്നത് കേവലം പുസ്തകം വായിച്ച് മാത്രം കിട്ടുന്ന അറിവല്ല. 100 മാർക്ക് മാത്രം വാങ്ങി നേടുന്ന അറിവല്ല, മറിച്ച് അറിവ് എന്ന് പറയുന്നത് അതെന്താണ് മക്കളെ? നമ്മുടെ ഉള്ളിൽ നിന്നും നിർഗളിക്കേണ്ട വലിയൊരു വസ്തുതയാണ്. ഒരുപാട് വർഷക്കാലം ഇരുന്ന് തപസ് ചെയ്ത് നമ്മൾ നേടിയെടുക്കേണ്ട വലിയൊരു സംഗതിയാണ് അറിവ്. കേവലം പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം മാർക്ക് വാങ്ങുന്നതല്ല, മറിച്ച് ഒരുപാട് കാലം നമ്മൾ ഇരുന്നു കൊണ്ട് നേടിയെടുക്കേണ്ട വലിയൊരു കഴിവാണ് അറിവ് എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യം ഉണ്ടല്ലോ. എന്താ ചോദ്യം? കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും പഠിക്കുമ്പോഴാണ് അറിവ് പൂർണ്ണതയിലെത്തുക. ഈ ആശയത്തോടുള്ള നിങ്ങളുടെ പ്രതികരണം കുറിക്കുക. അപ്പോൾ അറിവ് എന്താണ് മക്കളെ? കണ്ടും കേട്ടുകൊണ്ടും നേടിയെടുക്കുന്നതാണ് അറിവ് എന്ന് പറയുക അല്ലേ? അല്ലാതെ പുസ്തകം മാത്രം വായിച്ച് നേടിയെടുക്കുന്ന ഒന്നല്ല അറിവ്. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം എന്തായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുക? നോക്കാം. അറിവ് പൂർണ്ണതയിലെത്തുന്നത് കണ്ട് കേട്ട് അറിഞ്ഞ് അനുഭവിച്ചാണ്. ഒരു കാര്യം കണ്ടിട്ടും കേട്ടിട്ടും അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടുമാണ് നമ്മൾ അറിവിലേക്ക് പൂർണ്ണമായി എത്തുന്നത്. ഡോക്ടർ PK വാര്യർ എഴുതിയ പഠനം സഫലം എന്ന ലേഖനത്തിൽ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം ഈ ഉദ്ധരണിയിൽ തന്നെ ഉൾക്കൊള്ളുന്നു അല്ലേ? ഈ അറിവെന്ന് പറയുന്നത് എന്താണ്? കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും നേടേണ്ട ഒന്നാണെന്നാണ് ഡോക്ടർ PK വാര്യർ ഈ ലേഖനത്തിലൂടെ നമ്മോട് പറയുന്നത്. അറിവ് നേടുന്നത് ഒരു ദീർഘകാല ശ്രമത്തിൻ്റെ ഫലമാണ്. പുസ്തകങ്ങളിൽ നിന്നും മാത്രമല്ല, ജീവിതാനുഭവങ്ങളിൽ നിന്നും കൂടി ആ അറിവ് തികഞ്ഞ് പാകപ്പെടണം അല്ലേ? ജീവിതാനുഭവങ്ങളിൽ നിന്നും കൂടി വേണം. പുസ്തകം മാത്രമല്ല, പിന്നെന്താണ്? ജീവിതാനുഭവം. നമ്മൾ ഇടപെടുന്ന സമൂഹത്തിൽ നിന്ന്, ചുറ്റുപാടിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് നമ്മൾ അറിവ് നേടിയെടുക്കണമെന്ന് ഇവിടെ പറയുന്നു. ജീവിതാനുഭവങ്ങളിൽ നിന്നും കൂടി ആ അറിവ് തികഞ്ഞ് പാകപ്പെടണം. വൈദ്യ വിദ്യാഭ്യാസത്തിൻ്റെ പരമ്പരാഗത മാതൃകയായ ഏട്ടിൽ 10 കാട്ടിൽ 10 നാട്ടിൽ 10 എന്നത് ഈ ആശയത്തെ വ്യക്തമായി വിവരിക്കുന്നു അല്ലേ? ഏട്ടിൽ 10 കാട്ടിൽ 10 നാട്ടിൽ 10 എന്ന് പറഞ്ഞാൽ 10 വർഷം എന്താണ്? പുസ്തകം വായിച്ച് അറിവ് നേടുക. 10 വർഷം കാട്ടിൽ പോയി മരുന്നിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് അറിവ് നേടുക. 10 വർഷം നാട്ടിൽ രോഗികളെ ചികിത്സിച്ചുകൊണ്ട് അറിവ് നേടുക. ഇത്തരത്തിൽ ഒരുപാട് ദീർഘങ്ങളായ വർഷങ്ങളിരുന്ന് പഠിച്ച് തയമ്പിച്ചാൽ മാത്രമേ നല്ലൊരു വൈദ്യനായി കടന്നു വരാൻ പറ്റൂ എന്ന വലിയ ആശയം ഈ ഗ്രന്ഥകാർ നമ്മോട് പറയുന്നുണ്ട്. തുടർന്ന് മരുന്നുകളുടെ സ്വഭാവം പ്രകൃതിയിൽ നേരിൽ കണ്ടു പഠിക്കുന്നു അല്ലേ? മരുന്നുകളുടെ സ്വഭാവം പ്രകൃതിയിൽ നേരിൽ കണ്ടു പഠിക്കുകയാണ്. മരുന്ന് നല്ലതാണോ മോശം എന്നൊക്കെ പഠിക്കുകയാണ്. അറിയിൽ ഇവിടെ ആഴപ്പെടുന്നു. അതിനുശേഷം വൃദ്ധനായ ഗുരുവിൻ്റെ കീഴിൽ രോഗികളെ നേരിൽ കണ്ടും ചികിത്സിച്ചും അനുഭവിച്ചും അറിവ് കരസ്ഥമാക്കുന്നു. അങ്ങനെയാണ് ഒരാളുടെ പഠനം പൂർണ്ണമാകുന്നത്. അപ്പോൾ ഒരു ഗുരുവിൻ്റെ കീഴിൽ നേരിലിരുന്ന് കാര്യങ്ങൾ അറിഞ്ഞും പഠിച്ചും അനുഭവിച്ചുമാണ് ഒരാൾ തൻ്റെ അറിവ് പൂർണ്ണമായി നേടിയെടുക്കുമെന്ന് പറയുന്നു. ഒരുപാട് വർഷക്കാലം വേണ്ടി വരും ചിലപ്പോൾ ഒരു കാര്യം പഠിച്ചെടുക്കാൻ. ഇന്നത്തെ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ പലരും പുസ്തക പഠനത്തിൽ മാത്രം തെളിഞ്ഞു പോവുകയാണ് അല്ലേ? ഇന്ന് പുസ്തകപ്പുഴുക്കള അല്ലേ? നമ്മളെന്താ? പുസ്തകം വായിക്കുന്നു, മാർക്ക് വാങ്ങുന്നു, പേരൻസ് മീറ്റിങ്ങിൽ കയ്യടി വാങ്ങുന്നു. 10ാം ക്ലാസ്സിൽ ഫുൾ A+, +1 ഫുൾ A+, +2 ഫുൾ A+, ഡിഗ്രിയിലും PGയിലും ഒക്കെ റാങ്ക്. പക്ഷേ ജീവിതത്തിൽ വട്ടപൂജ്യം. വിദ്യാഭ്യാസമുണ്ട്, വിവരമില്ലാത്തവരായി നമ്മൾ മാറരുത് മക്കളെ. ഈ പാഠപുസ്തകം പറയുന്നത്, ഈ പാഠഭാഗം നമ്മോട് പറയുന്നത് നിങ്ങൾ പഠിച്ചോളൂ, മുഴുവൻ മാർക്കും വാങ്ങിക്കോളൂ, പക്ഷേ പുസ്തകത്തിൽ മാത്രം നിങ്ങളുടെ അറിവ് ഒതുങ്ങരുത്. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്, പട്ടിണി കിടക്കുന്നവരുണ്ട്
ആരോരും നോക്കാനില്ലാത്തവരുണ്ട്, അവഗണിക്കപ്പെട്ടവരുണ്ട്, ബോഡി ഷേമിങ് ഏറ്റുവാങ്ങുന്നവരുണ്ട്, പണമില്ലാത്തവരുണ്ട്, അടിമകളുണ്ട്, ജാതീയപരമായി വിവേചനങ്ങൾ ഏറ്റുവാങ്ങുന്നവരുണ്ട്. തൊലി കാർത്തതിൻ്റെ പേരിൽ, മുടി ചുരുണ്ടതിൻ്റെ പേരിൽ, പണമില്ലാത്തതിൻ്റെ പേരിൽ, കൂലിപ്പണിക്കാരനായ മകൻ്റെ അച്ഛൻ്റെ മകനായി ജനിച്ചു പോയതിൻ്റെ പേരിൽ, സ്കൂളിൽ നിന്ന് പുറകോട്ട് പോയതിൻ്റെ പേരിൽ, SLC ബുക്കിൽ ജാതിപ്പേര് താഴ്ന്ന ജാതിക്കാരനായി പോയതിൻ്റെ പേരിൽ അവഗണനകൾ ഏറ്റുവാങ്ങുന്ന സമൂഹത്തിൽപ്പെട്ട ആൾക്കാരുള്ള സമൂഹത്തിലാണ് ഞാനും നീയുമൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ പുസ്തകം പഠിച്ചു മാത്രം വാങ്ങുന്ന മാർക്കല്ല, മറിച്ച് അതിനും അപ്പുറത്തേക്ക് ഒരുപാട് മാർക്ക് വാങ്ങാൻ നമുക്ക് സാധിക്കണം. ജീവിതം എന്ന പരീക്ഷ പാസ്സായിക്കൊണ്ടുള്ള മാർക്ക്. അതാണ് ഈ പാഠപുസ്തകം നമ്മോട് പറയുന്ന ഏറ്റവും വലിയ കാര്യം. മക്കളെ, നമ്മുടെ ചുറ്റും ജീവിക്കുന്നവരെ ചേർത്ത് പിടിക്കാൻ ഉത്തരവാദിത്വം നമുക്ക് കൂടിയാണെന്ന ബോധ്യമാണ് യഥാർത്ഥ പഠനം എന്നത് എൻ്റെ മക്കൾ തിരിച്ചറിയണം കേട്ടോ. പരീക്ഷ നിലവാരത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതാനുഭവങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ കടന്നു പോകുന്നു. ജീവിതാനുഭവങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ കടന്നു പോകുന്നവരാകരുത് നിങ്ങളെന്ന വലിയ തിരിച്ചറിവ് ഈ പാഠം തരുന്നുണ്ട്. എന്നാൽ ഒരാൾക്ക് യഥാർത്ഥ അറിവ് പകർന്നു നൽകുന്നത് ജീവിതം എന്ന അധ്യാപകനാണ്. അല്ല എന്താ മക്കളെ വരികയെന്ന് പറഞ്ഞു നോക്കടാ. എന്നാൽ ഒരാൾക്ക് യഥാർത്ഥ അറിവ് പകർന്നു നൽകുന്നത് ജീവിതം എന്ന അധ്യാപകനാണ്. ജീവിതം എന്ന അധ്യാപകനാണ് ഒരാൾക്ക് യഥാർത്ഥമായ അറിവ് നൽകുന്നത്. ആ അറിവിൽ നിന്നാണ് നമ്മൾ ലോകത്തെ കാണുന്നത്. നമ്മുടെ സന്തോഷങ്ങൾ, സങ്കടങ്ങൾ, വിരഹങ്ങൾ, വേദനകൾ, പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, നഷ്ടങ്ങൾ, കുറ്റങ്ങൾ എല്ലാം തന്നെ ഉൾക്കൊള്ളുന്ന വലിയ പാഠപുസ്തകം അതേതാണ് മക്കളെ? നമ്മളും നിങ്ങളും ജീവിക്കുന്ന ഈ ജീവിതമാണ്, ഈ പ്രപഞ്ചമാണ്. വിദ്യാർത്ഥിയായ എനിക്ക് ഈ ലേഖനത്തിൽ നിന്നുള്ള ഏറ്റവും ശക്തമായ ബോധം ഇതാണ്: ഓരോ അധ്യായവും ഒരു പടി മാത്രമാണ്. അതിനു പുറമെ മനുഷ്യരുമായി ബന്ധപ്പെടൽ, മനുഷ്യരുമായി ബന്ധപ്പെടൽ, പരീക്ഷണങ്ങൾ, ജീവിതം നേരിൽ കാണുന്ന അനുഭവങ്ങൾ, വയസ്സിനും പരിചയത്തിനും നൽകിയ ആദരവ്, ഇവയൊക്കെ ഒരുപാട് പ്രധാനപ്പെട്ടവയാണ്. ഇപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾക്ക്, അനുഭവങ്ങൾക്ക്, അറിവിന് വലിയ പ്രാധാന്യമുണ്ട് എന്നും കൂടി എൻ്റെ മക്കൾ കൃത്യമായി പരിചയപ്പെട്ട് എഴുതണം കേട്ടോ. അതിനാൽ ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു, കണ്ടും കേട്ടും അറിഞ്ഞും അനുഭവിച്ചും ഒരുമിച്ച് പഠിക്കുമ്പോഴാണ് അറിവ് തീർത്തും പൂർണ്ണമാകുന്നല്ലേ. കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞും പഠിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ അറിവ് പൂർണ്ണമായി മാറുന്നത് എന്ന അർത്ഥമാണ് ഈ പാഠഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുക. അതിനാലാണ് ശാശ്വതമായ വിജയം നിലകൊള്ളുന്നത് എന്ന്, ശാശ്വതമായ വിജയം നിലകൊള്ളുന്നത് ഈ അറിവിലൂടെയാണ് എന്ന വലിയ പാഠം, വലിയ ഭാഗം ഈ ഭാഗത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അറിവ് എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, അത് നമ്മിൽ നിന്നും ഉണ്ടായി മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. ആ അറിവിലേക്ക് നിങ്ങളെ തന്നെ സംഭാവന ചെയ്യുക. കേവലം പുസ്തകം മാത്രം പഠിച്ച് നേടുന്ന അറിവല്ല, മറിച്ച് ജീവിതാനുഭവത്തിലൂടെ കൂടെ നിങ്ങൾ അറിവ് നേടണമെന്ന വലിയ പാഠമാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ നമുക്ക് പഠിക്കാൻ സാധിച്ചത്. അപ്പോൾ സെറ്റല്ല മക്കളെ, ഉഷാറായിട്ട് പഠിക്കാം, എല്ലാവരും നല്ല മാർക്ക് വാങ്ങാം. ഇറ്റ്സ് മീ ജോബിൻ ഫ്രം എക്സാമിനർ. ബൈ.